സിബിൻ ജാസ്മിൻ എന്നിവർ തമ്മിലുള്ള വഴക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി. ഋഷിയുമായിട്ട് ഉണ്ടായ ആ ഒരു പ്രശ്നത്തില് ഒരു ക്യാപ്റ്റനായിട്ട് ജാസ്മിൻ ഇടപെടാൻ പോയപ്പോ സിബിൻ ഏറെക്കുറെ ഇങ്ങനെ പറഞ്ഞു, ജാസ്മിൻ എന്റെ മൗത്ത് പീസ് ആവണ്ട, വേറുള്ളവരെയും എനിക്ക് എതിരാക്കണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇതിന് ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ സിബിൻ ലാലേട്ടന് കൊടുക്കുന്നുണ്ട് ഇന്നലെ. അപ്പൊ അതിന്റെ ഒരു സാരാംശം ഞാൻ ഇന്ന് പറഞ്ഞു എന്ന് മാത്രം. പിന്നീട് ജാസ്മിൻ അവിടുന്ന് കരഞ്ഞ് നടന്നു പോകുന്ന ആ ഒരു നാടകീയ മുഹൂർത്തങ്ങളൊക്കെ നമ്മൾ ലൈവില് കണ്ടതാണ്. എന്നെ ആരും ബഹുമാനിക്കുന്നില്ലേ, അയ്യോ എന്നെ പവർ ടീം വഞ്ചിച്ചേ എന്നൊക്കെ പറഞ്ഞ്, പിന്നെ ഇന്നലെ ലൈവില് കാണിച്ച ആ ഒരു വിഷുവും കൂടിയുണ്ട്, ആ ഒരു ഡാൻസിന്റെ സമയത്ത് നടന്ന ആ ഒരു വിഷു. സിബിൻ ജാസ്മിന്റെ വായ അടപ്പിക്കുന്ന പോലെ സംസാരിച്ചതാ. ഇതെല്ലാം ജാസ്മിനെ വല്ലാതെ ഇൻസൾട്ടായി, ഈഗോ ഹേർട്ടായി. അതുകൊണ്ട് തന്നെ ഇന്നലെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് മരുന്ന് കൈമാറിയത്. ഇതിനു മുമ്പ് നടന്ന ഒരു സംഭവം കൂടിയുണ്ട് ലാലേട്ടന്റെ എപ്പിസോഡിൽ തന്നെ. സിബിൻ ഏറെക്കുറെ തെറ്റിദ്ധാരണകളുമായിട്ടാണ് ഇതിനകത്തേക്ക് കയറിയത് എന്നാണ് ജാസ്മിൻ ലാലേട്ടനോട് പറയുന്നത്. പിന്നെ ഇതിനു മുമ്പ് നടന്നതെല്ലാം റീക്യാപ്പ് അടിച്ചിങ്ങനെ മൊത്തത്തോടെ പറയുന്നുണ്ട് ജാസ്മിന്റെ എക്സ്പ്ലനേഷൻ പിന്നെ അങ്ങനെയാണ്. ജാസ്മിനും ഗബ്രിയും ഒക്കെ ഈ 100 പേജിൽ എഴുതാൻ പറഞ്ഞാൽ 200 പേജിൽ എഴുതും. ആ രീതിയിലുള്ള രണ്ട് ടീമുകളാണ്. അപ്പോൾ സിബിൻ ഇതിന് പറയുന്ന ഒരു റെസ്പോൺസ് ഉണ്ട്, അത് വളരെ രസകരമായ ഒരു റെസ്പോൺസ് ആണ്. അത് ഞാൻ പറയാം. ജാസ്മിൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശുദ്ധ പൊട്ടത്തരമാണ് ലാലേട്ട. അപ്സ്റ്റെയർ വേക്കന്റ് ആണ്. ജാസ്മിൻ എനിക്ക് വേണ്ടി സംസാരിച്ചാല് എല്ലാരും പറയാൻ പോകുന്നത് ജാസ്മിൻ എന്തിന് എനിക്ക് വേണ്ടി സംസാരിച്ചു എന്നതായിരിക്കും. അതായിരിക്കും എല്ലാരും ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്റെ പോയിന്റ് ആരും ചർച്ച ചെയ്യില്ല. അപ്പൊ ഈ സമയത്ത് ഞാൻ ആകെ ഡെസ്പായിട്ട് ജാസ്മിനെ ആശ്വസിപ്പിക്കാൻ ഗാർഡനിലേക്ക് കൊണ്ടുപോയി. ജാസ്മിൻ വിഷമിച്ച് ഓടി കരഞ്ഞു പോയല്ലോ. അപ്പൊ ഞാൻ ആശ്വസിപ്പിക്കാൻ വേണ്ടി പോയി. എന്നിട്ട് സോറി പറഞ്ഞ് ഞാൻ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അപ്പൊ ജാസ്മിൻ എനിക്ക് നേരെ ഒരു സ്ഥായി ഭാവം ഇറക്കി. പോട്ടെന്നോ സാരമില്ലെന്നോ ഒരു വാക്കുപോലും തിരിച്ചു മിണ്ടിയില്ല. എന്നിട്ട് ഈ മിമിക്രി കാണിക്കുന്നു സിബിൻ. ഈ സമയത്ത് അവിടുത്തെ ഒരു റെസ്പോൺസ് ഭീകരമായിരുന്നു. എല്ലാരും ചിരിച്ചു, കൈയടിച്ചു. ജാസ്മിന്റെ മോൻ കാണണമായിരുന്നു, ആകെ കിളി പോയിരിക്കുന്നുണ്ട് ഇത് കണ്ടിട്ട്. സിബിൻ ചമ്മിപ്പോയി എന്ന് പറയുന്നുണ്ട് ലാലേട്ടന്റെ അടുത്ത്. എന്നിട്ട് തിരിച്ച് എഴഞ്ഞു കയറി വീട്ടിലേക്ക് പോയി എന്നും പറയുന്നുണ്ട്. ജാസ്മിനും ഗബ്രിയും രണ്ടുപേരുടെയും ഒരു സ്ഥായി ഭാവം തന്നെയാണ് സിബിൻ ഇന്നലെ എക്സ്പോസ് ചെയ്ത് വിട്ടത്. ഒരാൾ പറയുന്ന ആർഗ്യുമെന്റില് കാര്യമുണ്ടെങ്കിലും അവര് ജയിക്കണ്ട എന്ന് പറഞ്ഞ് ഇവർ ഈ പറയുന്ന ഭാവം ഇറക്കും, എന്നിട്ട് മിണ്ടാതിരിക്കും. അതാണ് ഇതിലെ ഒരു കാര്യം എന്ന് പറയുന്നത്. എതിരാളികളെ സിബിൻ ഒബ്സർവ് ചെയ്ത് വെക്കുന്ന രീതി വേറെ ലെവലാണ്. ഇനിയും ഇതേപോലെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അഭിപ്രായം. കാരണം ഓരോ ദിവസവും സിബിന്റെ ഗ്രാഫ് ഉയർന്ന് പുള്ളി ഒരു തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഗെയിമറിനെയാണ് നമ്മള് സിബിൻ വരുന്നതിന് മുമ്പത്തെ ആ ഒരു 4 ആഴ്ചയും മിസ് ചെയ്തിരുന്നത്. വൈൽഡ് കാർഡ് ആയിട്ടുള്ള പ്രോപ്പർ എൻട്രിയിലൂടെയാണ് സിബിൻ കയറേണ്ടിയിരുന്നത് എന്ന് തോന്നിപ്പോയി ഇന്നലെ ഇത് കണ്ടപ്പോ. ആ രീതിയിൽ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ കഴിവുള്ള ഒരു ഓഡിയൻസ് ഗെയിമറാണ് നമ്മുടെ സിബിൻ. എന്തായാലും ഇത് പൊളിച്ചടുക്കി ഇന്നലെ.